ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ വർക്കാവുന്ന ഒരു സ്ട്രാറ്റജി, അതും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ലോജിക്കലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ അറിയാം, ഒന്നെങ്കിൽ ബൈയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ്, കൂടുതൽ സപ്ലൈ അല്ലെങ്കിൽ കൂടുതൽ ഡിമാൻഡ്, ഈ രീതി മാത്രം നമുക്ക് നോക്കിപ്പോയാൽ തന്നെ മതി. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കി എങ്ങനെ ബൈയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രാറ്റജിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിക്കോട്ടെ, ബ്രേക്ക് ഔട്ട് ആയിക്കോട്ടെ, റീടെസ്റ്റ് ആയിക്കോട്ടെ, ട്രാപ്പ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പയറി ഡേയ്സിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള രീതിയിൽ വരെ ഒരുപാട് സ്ട്രാറ്റജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ ലൈവ് മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിലും പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വലിയൊരു കൺഫ്യൂഷനും വരില്ല. സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാം. ഇതിപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു സ്മാർട്ട് മണി അല്ലെങ്കിൽ SMC ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നേക്കാം. ആ ഒരു രീതിയിൽ വരുന്ന കൺഫ്യൂഷനും ഇതിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒന്നോ രണ്ടോ കൺഫ്യൂഷൻ മാത്രമേ വരാനുള്ളൂ. കൂടുതൽ സപ്ലൈ അല്ലെങ്കിൽ കൂടുതൽ ഡിമാൻഡ് എന്ന് പറയുമ്പോഴും ഓർഡർ ബ്ലോക്ക് എന്താ, അതേപോലെ തന്നെ ഈ ഇംബാലൻസ് എന്താണെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ മാത്രമേ വരാനുള്ളൂ. അതും ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് നേരെ സ്ട്രാറ്റജിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ സ്ട്രാറ്റജിക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും കൂടെ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവരും കൂടെ കാര്യങ്ങളൊന്ന് പഠിച്ചോട്ടെ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഈ എക്സാമ്പിൾ എടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ട്രാറ്റജിനെ പറ്റി പറയുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഒരു സ്ട്രാറ്റജിയും പഠിപ്പിക്കുമ്പോഴും ഒരുപാട് ദിവസം മുന്നത്തെ ചാർട്ടിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ ആവില്ല, ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻ തീരൂല. ഇന്നത്തെ മാർക്കറ്റിൽ എന്താണോ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അത് വെച്ചിട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതും. സിമ്പിളായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാനും പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ദിവസത്തെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ അധികം മൂവ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ തന്നെ ഈ രീതി എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സെല്ലേഴ്സ് എങ്ങനെയാണ് ബൈയേഴ്സ് എങ്ങനെയാണ്, കാര്യങ്ങൾ മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോവുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ആകെ ഒന്നോ രണ്ടോ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് അതാദ്യം തന്നെ ഞാൻ ക്ലിയർ ചെയ്ത് പോവുക. ഒന്നാമത്തെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തന്നെ ഇംബാലൻസ് എന്താണെന്നായിരിക്കും. ഇംബാലൻസ് അല്ലെങ്കിൽ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇതെന്താണെന്നുള്ളതായിരിക്കും ഫസ്റ്റത്തെ ഒരു ഡൗട്ട് വരുന്നത്. ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു പോയിന്റിലൊക്കെ നോക്കി വളരെയധികം വീക്കായിട്ടുള്ള ക്യാൻഡിൽസ് ആയിരുന്നു. ഇവിടെ നല്ല രീതിയിൽ സെല്ലേഴ്സ് ഈ ഒരു ഒന്നോ രണ്ടോ ക്യാൻഡിലിൽ പുഷ് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ അത്രത്തോളം ഒരു മൊമെൻറ്റം ഒന്നുമില്ല, ഇവിടെ നിന്നാണ് നല്ലൊരു മൊമെൻറ്റം കാണാനായിട്ട് പറ്റിയത്. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ക്യാൻഡിൽസിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ മൊമെൻറ്റം മാത്രം നോക്കി പോയാൽ മതി. ഇപ്പോൾ ഇംബാലൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്യുക എന്ന് ഓർത്തോ. ഡൗൺ സൈഡിലേക്കാണ് നല്ല രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡൗൺ സൈഡിലേക്ക് നല്ല ഹ്യൂജ് ക്യാൻഡിൽസും കൂടെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഒന്നാമത്തെ ക്യാൻഡിലിൻ്റെയും ഈ മൂന്നാമത്തെ ക്യാൻഡിലിൻ്റെയും ഈ ഒരു ലോയും ഹൈയും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഇംബാലൻസ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ ഇവിടെ നിന്നാണ് നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും അതേപോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോയും ഈ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും ഇത് തമ്മിലെടുക്കുമ്പോൾ ഇതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. ഇനി ഓർഡർ ബ്ലോക്ക് എങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആ രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെ ഫസ്റ്റത്തെ ക്യാൻഡിലിൻ്റെ ലോയും അതേപോലെ തന്നെ തേർഡ് ക്യാൻഡിലിൻ്റെ ഹൈയും മനസ്സിലായില്ലേ, മാർക്കറ്റ് അവിടെ നിന്ന് റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രീതി ഇതിനേക്കാളും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളതാണ്. കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ വലിയൊരു SLA കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതി നോക്കുന്നില്ല, കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ മറ്റൊരു എക്സാമ്പിൾ വേണം നമുക്ക് ഈ ഒരു പോയിന്റിൽ നോക്കാം. ലോവസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും അതേപോലെ തന്നെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ നിന്നും റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതിയാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇംബാലൻസ് എന്താണെന്നുള്ള കാര്യവും ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇനി ഓർഡർ ബ്ലോക്ക് എങ്ങനെ എടുക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ തന്നെ അതിൽ ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പോൾ ലാസ്റ്റത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിങ്ങോ അല്ലെങ്കിൽ ബൈയിങ്ങോ കാണാനായിട്ട് പറ്റിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് മാത്രമല്ലേ ഉള്ളൂ. നോക്കിക്കേ, ഇവിടെ നിന്നൊക്കെ ക്യാൻഡിൽസ് ഈ ഒരു മാർക്കറ്റ് ഇന്ന് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്നെല്ലാം ക്യാൻഡിൽസ് വളരെയധികം വീക്കായിരുന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നോക്കുകയാണെങ്കിലും ക്യാൻഡിൽസിൽ വലിയ മൊമെൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. കൂടുതൽ ട്രാപ്പ് നടന്നിട്ടുള്ളൊരു പോയിന്റ് ഈ ഡേ ഹൈയിൽ വെച്ചിട്ടാണ് നല്ലൊരു ട്രാപ്പ് നടന്നത്. ഇവിടെ നിന്നാണ് സെല്ലേഴ്സ് ഇവിടെ നിന്ന് വീക്കായിട്ട് നിന്ന സെല്ലേഴ്സിനെ ട്രാപ്പാക്കിയതിന് ശേഷമാണ് നല്ലൊരു മൊമെൻറ്റം ഡൗൺ സൈഡിലേക്ക് കാണാനും സാധിച്ചത്. അപ്പോൾ ഈ മൊമെൻറ്റം വന്ന പോയിൻ്റാണ് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുന്നത്. അത് ഈ ഒരു ട്രേഡിംഗ് രീതിയിലേക്ക് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ 5 മിനിറ്റിൽ ഹയർ ടൈം ഫ്രെയിമായിട്ട് 5 മിനിറ്റാണ് എടുക്കുന്നത്. 5 മിനിറ്റിൽ
ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ സ്ട്രോങ് ആയിട്ടെന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം കുറച്ചും കൂടെ സേഫായിട്ട് 1 മിനിറ്റിലായിരിക്കും ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റിലേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് സെല്ലേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഹ്യൂജ് ഒരു ഇംബാലൻസും ഈ ഒരു പോയിന്റിൽ കാണാം. കാരണം വീക്കായി നിന്നതിന് ശേഷം ഹ്യൂജ് ഒരു സെല്ലിങ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീക്കായിട്ട് അല്ലെങ്കിൽ കൂടുതൽ നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിലുള്ള വീക്കായിട്ടുള്ള ക്യാൻഡിൽ അതിനെയാണ് നമ്മളിവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അത്രയും സിമ്പിളായിട്ട് തന്നെ നോക്കിയാൽ മതി. കൂടുതൽ നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിൽ. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിലിന് അങ്ങനെ ഒരു ബേസ് ക്യാൻഡിലായിട്ട് എടുക്കത്തില്ലേ. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നൊരു ക്യാൻഡിലാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് ആണെങ്കിലും കറക്റ്റായിട്ട് എടുക്കാം. 5 മിനിറ്റിലാണ് കേട്ടോ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. 5 മിനിറ്റിലാണ് ക്യാൻഡിൽസ് ഒക്കെ എടുക്കുന്നത്. 5 മിനിറ്റിലെ നമുക്കൊരു ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിൽ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റിലേക്ക് എങ്ങനെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 5 മിനിറ്റിൽ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയുണ്ടല്ലോ. ഒരു ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നുള്ള തൊട്ട് മുന്നത്തെ ഒരു ബേസ് ക്യാൻഡിൽ. അപ്പോൾ അതേ രീതിയിൽ നോക്കുമ്പോൾ 1 മിനിറ്റിലേക്ക് നോക്കിയാലും ഈ ഒരു ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിലായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എടുത്തുകൂടെ. 5 മിനിറ്റിൽ നമ്മൾ എന്ത് കാര്യങ്ങളാണോ നോക്കിയത്, 5 മിനിറ്റിൽ നോക്കിയപ്പോൾ സെല്ലേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിലുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ 1 മിനിറ്റിലേക്ക് വരുമ്പോഴും ഈ ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത അതിന് മുന്നുള്ള തൊട്ട് മുന്നത്തെ ഒരു ബേസ് ക്യാൻഡിലാണ് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കുന്നത്. കാരണം ഈ ഒരു പോയിന്റിൽ നിന്നാണ് നല്ലൊരു സെല്ലിങ് വന്നേ. ലോജിക്കലി ഇത്രേ ഉള്ളൂ, സെല്ലേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. സെക്കൻഡ് ടൈം ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ സെല്ലേഴ്സ് എൻ്റർ ചെയ്യുന്നുള്ളൊരു വ്യൂ ആണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പോയിന്റിനെ കറക്റ്റായിട്ട് ഇവിടെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഡൗൺ സൈഡിലേക്ക് പുഷ് ചെയ്ത് പോകാൻ നമുക്ക് കാണാം. അപ്പോൾ ഒരു എൻട്രി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ 5 മിനിറ്റിൻ്റെ സോണിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നല്ലൊരു SL കൊടുക്കാം സേഫ് ആയിട്ടുള്ള രീതിയിൽ. ഇല്ലെങ്കിൽ 1 മിനിറ്റിലെ ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലോ, ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നുള്ള ബേസ് ക്യാൻഡിലാണ് എടുത്തത്. ആ ഒരു ഓർഡർ ബ്ലോക്കിന് മുകളിൽ നമുക്ക് SL സേഫ് ആയിട്ട് കൊടുക്കാം. ഡയറക്ഷൻ ഡൗൺ സൈഡിലേക്കാണെന്ന് നമുക്ക് കൺഫേം ആണ്. കാരണം സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ റൈഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും മാക്സിമം നമുക്ക് പറ്റും. ഇതേ കാര്യങ്ങൾ ലാസ്റ്റ് ദിവസത്തെ ചാർട്ടിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരാനുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുകയാണെങ്കിൽ നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ബേസ് ക്യാൻഡിലായിട്ട് ഈ ഒരു ക്യാൻഡിൽ തന്നെ എടുക്കാം. കാരണം ഈ ഒരു ക്യാൻഡിൽ തന്നെ മൊത്തത്തിലെടുക്കാം. ഈ ഒരു ക്യാൻഡിലിനുള്ളിലാണ് ഈ ഒരു ക്യാൻഡിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻഡിലിൽ തന്നെ എടുത്താലേ പറ്റുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിൽ ആ ഒരു രീതിയിൽ എടുത്തതിന് ശേഷം ലോവർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാലും മതി. മനസ്സിലാവുന്നില്ലേ? ഈ ഒരു ക്യാൻഡിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ വീണ്ടും ഒരു സെല്ലിങ് കാണാം. ഇപ്പോൾ നമുക്ക് ട്രാപ്പ് ആവാതിരിക്കാൻ ഈ ഒരു കാര്യങ്ങൾ മാത്രം നോക്കിപ്പോയാൽ മതി. കൂടുതൽ സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡ് ആ ഒരു രീതിയിലേക്ക് മാത്രം കാര്യങ്ങൾ നോക്കിപ്പോയാലും കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിലും ആ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലേക്ക് വന്നപ്പോൾ ഈ മാർക്കറ്റ് വീണ്ടും റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാം ഫെയർ വാല്യൂക്ക്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇംബാലൻസ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ആണല്ലോ. മാർക്കറ്റ് ആ ഒരു പോയിന്റിലേക്ക് വെച്ച് തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാം. ഇവിടേക്ക് നോക്കുവാണെങ്കിൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കുറച്ചും കൂടെ വീക്കായിട്ടാണ് കാണുന്നത്. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ സെല്ലേഴ്സ് ആണ് സ്ട്രോങ് ആയിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ തൊട്ട് മുന്നത്തെ ദിവസത്തെ ചാർട്ടിൽ ഇവിടേക്ക് നോക്കി. അപ്പോൾ നമ്മൾ സെൽ സൈഡിലേക്കുള്ളൊരു എക്സാമ്പിളാണ് നോക്കിയത്. ഇനി ബൈയിങ് സൈഡിലേക്കുള്ളൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നോക്കി പോവാം. ഇതിൽ വലിയൊരു കൺഫ്യൂഷൻസ് ഒന്നും വരുത്തണ്ട കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. നമുക്ക് മുന്നോട്ട് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ നോക്കി പോകാം. കാരണം ഇതിനെപ്പറ്റി ഇപ്പോൾ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് ഇനി ഫെയർ വാല്യൂ അപ്പോൾ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒന്നും വരുത്തണ്ട. അപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ബയേഴ്സ് ഈ ഒരു പോയിന്റിൽ വെച്ച് ഡേ ലോയിൽ വെച്ചിട്ട് ഇവിടെ നിന്നും ട്രാപ്പാക്കിയതിന് ശേഷം നല്ലൊരു മൊമെൻറ്റം അപ്പ് സൈഡിലേക്ക് വരുന്നത് കാണാം. അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് ഈ ഒരു പോയിന്റിലായിരുന്നു. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ബയേഴ്സ് വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് കാണാം. സെൽ സൈഡിലേക്ക് മൊമെൻറ്റും ഇല്ല, ബൈയിങ് സൈഡിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് കയറി പോകുന്നതും കാണാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് തന്നെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് 5 മിനിറ്റിലെ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തുകൂടെ? മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ ചാർട്ടിൽ തൊട്ട് മുന്നത്തൊരു എക്സാമ്പിളും കൂടെ നമുക്കൊന്നും കൂടെ എടുക്കാം. ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും സെല്ലേഴ്സ് വളരെയധികം വീക്കായിട്ടും ബയേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നതും കാണാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിന്റിനെ 5 മിനിറ്റിലൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ 1 മിനിറ്റിലേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് മൂവ് തന്നതിന് മുന്നേ ഉള്ള ഒരു ബേസ് ക്യാൻഡിലാണ് ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തേക്കുന്നത്. അതേ രീതിയിൽ തന്നെ 5 മിനിറ്റിൽ ഈ ഒരു പോയിന്റ് നല്ലൊരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം പുഷ് ചെയ്തതിൻ്റെ തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിൽ തന്നെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ടും എടുക്കാം. ഇനി ഇതേ രണ്ട് കാര്യങ്ങൾ നേരെ 1 മിനിറ്റിലേക്കും കൂടെ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിന് ലാസ്റ്റ് ദിവസം തന്നെയാണ് കേട്ടോ. കുറച്ചും കൂടെ മുന്നത്തെ ചാർട്ടിലേക്ക് പോയി നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുമായിരുന്നു.
എന്നിരുന്നാലും കുഴപ്പമില്ല, ഇതും സിമ്പിളായിട്ട് തന്നെ മനസ്സിലാവുന്ന രീതി തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഉള്ള ഒരു ബേസ് ക്യാൻഡിലായിട്ട് നമുക്ക് നോക്കി ഈ ഒരു പോയിന്റിൽ ഏത് ക്യാൻഡിൽ എടുക്കാമെന്ന്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമോ? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലെല്ലാം മെയിനായിട്ട് എന്നാൽ ഈ ഒരു ക്യാൻഡിനുള്ളിലാണ് ഉള്ളത്. ഇതാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിലായിട്ട് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബേസ് ക്യാൻഡിലായിട്ട് 1 മിനിറ്റിലാണെങ്കിൽ ഓരോ ഓർഡർ ബ്ലോക്ക് ഈ ഒരു ക്യാൻഡിലിൽ എടുത്തുകൂടെ? മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? മാർക്കറ്റ് എവിടെ നിന്നാണ് അത്രയും നല്ലൊരു സെല്ലിങ് വന്നിട്ടും എവിടെ നിന്നാണ് റിവേഴ്സ് ആയതെന്നും ആ ഇമ്പൾസീവ് മൂവിനെ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും റിവേഴ്സ് ആവുമെന്ന് മനസ്സിലാവുന്നില്ലേ? നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു എൻട്രി എന്ന രീതിയിലും പ്ലാൻ ചെയ്തുകൂടെ? ഞാൻ പറഞ്ഞ പോലെ ആ സോണിന് താഴെ തന്നെ ഒരു SL കൊടുത്തിട്ട് സേഫായിട്ട് ട്രേഡ് പ്ലാൻ ചെയ്തുകൂടെ? ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ദിവസം ലൈവിലുണ്ടായിരുന്നപ്പോൾ നടന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ നമുക്കിപ്പോൾ 1 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ്, സെല്ലേഴ്സ് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റും കാണാം. ഈ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോൾ തന്നെ ആ ഒരു പോയിന്റിനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാം. ഇതേ കാര്യങ്ങൾ 1 മിനിറ്റിലേക്ക് മാത്രം എപ്പോഴും നോക്കി ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ട്രാപ്പ് ആവും. അത് കാരണം എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൽ ഒരു വ്യൂവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് ഞാൻ ഈ ഒരു എൻട്രീൻ്റെ അതും ഡിലീറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കി മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിന്നാണ് നല്ല ഹ്യൂജ് ഒരു സെല്ലിങ് ഡൗൺ സൈഡിലേക്ക് വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിനെ ഒരു ബേസ് ക്യാൻഡിലായിട്ട് എടുത്തുകൂടെ? മനസ്സിലാവുന്നുണ്ടോ? ഹ്യൂജ് സെല്ലിങ് നടന്നതിന് തൊട്ട് മുന്നുള്ള ഒരു ബേസ് ക്യാൻഡിൽ നമുക്കൊരു ഓർഡർ ബ്ലോക്കായിട്ട് എടുത്തുകൂടെ? അപ്പോൾ ഇവിടേക്ക് ക്യാൻഡിൽസ് എത്തുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ, ഈ ഒരു ക്യാൻഡിലിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് ക്യാൻഡിലല്ല വന്നത്. അപ്പോൾ ഈ ഒരു ഇംബാലൻസിൻ്റെ മാർക്കറ്റ് ഇവിടുന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യവും നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇതേ കാര്യങ്ങളും ഒന്ന് 1 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ആ ഹ്യൂജ് സെല്ലിങ് സ്റ്റാർട്ട് ചെയ്തതിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ബേസ് ക്യാൻഡിൽ, അവിടെ നിന്നും മാർക്കറ്റ് ആ ഒരു പോയിന്റ് നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ നിന്നും ചെറിയൊരു ഷോർട്ട് എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യാം. കാരണം മാർക്കറ്റ് ബുള്ളിഷിലേക്കാണെങ്കിലും ഇതിനെല്ലാം ഇംബാലൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയും നമുക്ക് പ്ലാൻ ചെയ്യാം. 1 മിനിറ്റ് മാത്രം നോക്കി പോവുകയാണെങ്കിൽ എപ്പോഴും ട്രാപ്പ് ആവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ഒരു 5 മിനിറ്റിലെ ചാർട്ട് എടുത്തതിന് ശേഷം മൊമെൻറ്റം ഏത് പോയിന്റിലേക്കാണ്, അല്ലെങ്കിൽ കൂടുതൽ സപ്ലൈ ആണോ ഡിമാൻഡാണോ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു രീതി മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ നല്ലൊരു മൊമെൻറ്റം ബൈങ് സൈഡിലേക്കാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നേരെ റിഫൈൻ ചെയ്ത് 1 മിനിറ്റിലേക്ക് എടുത്തതിന് ശേഷം ഒരു ഓർഡർ ബ്ലോക്കും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കിയ പോലെ തന്നെ ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ അവിടെ നിന്നൊരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. വളരെയധികം സിമ്പിളായിട്ടുള്ള രീതിയാണ്. കാരണം ഇതിൽ സപ്ലൈ മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് സെല്ലേഴ്സും ബയ്യേഴ്സുമാണ് ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ അതിൽ ഏതാണ് സ്ട്രോങ് ആയിട്ടുള്ളതെന്ന് നോക്കുക. അതിന് ശേഷം ആ ഒരു പോയിൻ്റ് അനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയാണ് പറഞ്ഞു പോകുന്നത്. ഗ്യാപ്പ് ഫില്ലിംഗ് ആയിക്കോട്ടെ, പല കാര്യങ്ങളും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. തുടക്കത്തിലേക്ക് തന്നെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിന് മുന്നത്തെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിലും നല്ലൊരു മൊമെൻറ്റം വന്നതിന് ശേഷം നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റാണിത്. ആ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും മാർക്കറ്റ് വീണ്ടും ആ ഒരു പോയിന്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാണാനായിട്ട് നമുക്കിവിടെ പറ്റുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇതിന് മുന്നത്തെ ചാർട്ടിലേക്ക് പോയാലും നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾ അതിനകത്ത് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ വീഡിയോയ്ക്ക് അധികം ലെങ്ത് വരാത്ത രീതിയിലും അങ്ങനെ എല്ലാം ഒന്ന് ഒഴിവാക്കാനാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കിയാലും നല്ലൊരു ബൈയിങ് മൊമെൻറ്റം കാണിച്ച പോയിൻ്റാണിത്. അതിന് മുന്നുള്ളൊരു ബേസ് ക്യാൻഡിലായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് എടുക്കാം. മാർക്കറ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും റിവേഴ്സ് ആയത് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിലും 5 മിനിറ്റിലെ ഒരു ബേസ് ക്യാൻഡിൽ ഇവിടെ നിന്ന് നല്ലൊരു ബിൽഡപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോറി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് നല്ലൊരു ഇമ്പൾസീവ് മൂവ് വന്നു. അതിന് തൊട്ട് മുന്നേയുള്ള ബേസ് ക്യാൻഡിൽ നമ്മൾ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുത്തു. മാർക്കറ്റ് ആ ഒരു പോയിന്റിലേക്ക് എത്തിയതിന് ശേഷം റിവേഴ്സ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോയാൽ മതി. സപ്ലൈ ആൻഡ് ഡിമാൻഡ് ബയ്യേഴ്സ് ആണോ കൂടുതൽ മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, സെല്ലേഴ്സ് ആണോ എന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കി പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ട്രേഡ് നോക്കുന്ന ടൈമിൽ 5 മിനിറ്റിൽ ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ഓർഡർ ബ്ലോക്ക് 5 മിനിറ്റിലൊരു ഓർഡർ ബ്ലോക്ക് എടുത്തതിന് ശേഷം അതേ കാര്യം 1 മിനിറ്റിലേക്ക് നേരെ ഷിഫ്റ്റ് ചെയ്ത് 1 മിനിറ്റിലെ ആ ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഒരു ബേസ് ക്യാനിൽ ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ ഓർഡർ ബ്ലോക്ക് എടുക്കുമ്പോഴും എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ 5 മിനിറ്റിൽ നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം ഏതൊക്കെ പോയിന്റിലാണ് നല്ല രീതിയിൽ ബയ്യേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത് അല്ലെങ്കിൽ സെല്ലേഴ്സ് സ്ട്രോങ് ആയി നിൽക്കുന്നത്, ആ ഒരു ദിവസത്തെ ചാർട്ടിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മാത്രം ഒരു ഓർഡർ ബ്ലോക്ക് എടുക്കാനായിട്ട് നിൽക്കുക.
പ്രീവിയസ് തലേദിവസം ഇപ്പോൾ നല്ലൊരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഡർ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഏതൊക്കെ പോയിന്റിലാണോ നല്ലൊരു മൊമെൻറ്റം കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ബൈയേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ളത് ആ ഒരു ഏരിയ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രീവിയസ് ഡേയിലെ ഒരു സെല്ലിംഗ് പോയിന്റ് എടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, വളരെയധികം ലെങ്ത് വരും. നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ആയിട്ട് ഓരോരോ കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.